രീതിയിലുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് ഓണത്തിൻ്റെ അന്ന് നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മത്തൻ, പനീർ, കോൺ, പട്ടാണിക്കടല, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അതിന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ മത്തനൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിലാകെ മത്തൻ മാത്രമേ നമുക്കൊന്ന് വെന്ത് കിട്ടാൻ്റെ ഒരു ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ റോ മെറ്റീരിയലായിട്ട് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. മത്തൻ നമുക്കൊന്ന് ആദ്യം വേവിക്കാം. മത്തൻ വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർക്കാം. ഉപ്പും ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി വളരെയധികം വേണ്ട. ഒരു മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താലും മഞ്ഞൾപ്പൊടി എപ്പോഴും ഒരു ഒന്ന് കുറയ്ക്കും. എരിശ്ശേരിയിലെ ആയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നല്ലപോലെ വേവട്ടെ. മത്തൻ പെട്ടെന്ന് പഴുത്ത മത്തനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ മത്തൻ വേകുന്ന സമയത്ത് നമുക്ക് എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നല്ലപോലെ ഒഴിക്കണം. വെളിച്ചെണ്ണ കുറച്ച് നല്ലപോലെ ഒഴിച്ച് തേങ്ങ വറുത്താലേ എരിശ്ശേരിക്ക് സ്വാദ് വരുന്നുള്ളൂ. ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ഈ ഒരു അളവിന് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചുവക്കെ കരിഞ്ഞു പോവാതെ ചുവക്കെ ഒന്ന് വറുത്തെടുക്കുക. നല്ല ഹൈ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ വറുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മത്തന് ഏകദേശം വെന്ത് തുടങ്ങി. ആ നേരത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങൾ എടുക്കാം. അതിൽ ചേർക്കാം. ഇപ്പോൾ തന്നെ ചേർത്താലേ അതിലും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുന്നു. പനീറിനൊപ്പം തന്നെ കോണും പച്ചപ്പട്ടാണി രണ്ടും ചേർക്കാം. ഇവിടെ തേങ്ങ നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തേങ്ങ വറുക്കുന്ന സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൽ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളി, ഒരു വെളുത്തുള്ളിയുടെ ഒരു അല്ലി, കുറച്ച് ജീരകം ചേർത്ത് അരച്ച് വെച്ചതാണ്. ഏകദേശം ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. മത്തനൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ പനീർ കഷ്ണങ്ങളിലൊക്കെ നല്ലപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലപോലെ ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ഒരുമാതിരി അതിൻ്റെ വെള്ളം ഒന്ന് ആ വാട്ടർ ലെവൽ ഒന്ന് വറ്റി ഒരു കുറുകിയ പരുവത്തിലാകുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തതും കടുകും മുളകും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. നമുക്ക് തേങ്ങ വറുത്ത ആ എണ്ണയിൽ കുറച്ച് കടുകും മുളകും വറുത്ത് എടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് മുളക് പൊടി അതിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ഇതിൻ്റെ തയ്യാറായിട്ട് വരട്ടെ. കടുകും മുളകും തേങ്ങ വറുത്തതും കൂടി ഉള്ളത് ഇതിലേക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. കരിവേപ്പില 2 തണ്ട് പോലും 8 തണ്ട്
ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ എത്രത്തോളം വറുത്ത് ചേർക്കുന്നോ അത്രയും സ്വാദ് എരിശ്ശേരിക്ക് കൂടും. ഇത് പിന്നെ നമ്മൾ പനീറും കോണിൻ്റെ സീഡും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതായതുകൊണ്ട് സാധാരണ വെജിറ്റബിളിൽ ചേർക്കുന്ന അത്രയ്ക്ക് തേങ്ങ നമ്മൾ ചേർക്കുന്നില്ല. എരിശ്ശേരിയിൽ സാധാരണ തേങ്ങയുടെ ആ വറുത്ത തേങ്ങയുടെ സ്വാദാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഇവിടെ പനീറായതുകൊണ്ട് അത്ര തേങ്ങ ഞാൻ എടുത്തിട്ടില്ല. എന്നാലും നല്ലൊരു സ്വാദിഷ്ടമായ ഒരു എരിശ്ശേരിയാണ്. ഒരു തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു എരിശ്ശേരി, ഞങ്ങളുടെ ടേസ്റ്റി ഹാൻഡിൻ്റെ മറ്റൊരു വിഭവം. ഞങ്ങൾ ഓണം അടുപ്പിച്ചിട്ട് ഞങ്ങൾ 4 പേരും ഓരോരുത്തരായിട്ട് ഓരോ വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു.